വരെ കൊല്ലം പ്രവാസി അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ലേഡീസ് വിംഗ് നടത്തുന്ന ഓൺലൈൻ ഹാൻഡ് എംബ്രോയിഡറി ആൻഡ് ഫ്ലവർ മേക്കിംഗ് സൗജന്യ ക്ലാസുകൾ ഇന്നിവിടെ ആരംഭിക്കുകയാണ്. ഇന്ന് ഈ പരിപാടിയിലേക്ക് നമ്മളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിരിക്കുന്നവർക്ക് എല്ലാവർക്കും എൻ്റെ നമസ്കാരം. മീറ്റിംഗിന്റെ സ്വാഗതം ആശംസിക്കുന്നതിനായി ലേഡീസ് വിംഗ് ജനറൽ സെക്രട്ടറി ശ്രീമതി ശ്രീജ ശ്രീധരനെ ഞാൻ ക്ഷണിക്കുന്നു. താങ്ക് യു ബിസ്മി. എല്ലാവർക്കും നമസ്കാരം. കൊല്ലം പ്രവാസി അസോസിയേഷൻ വനിതാ അംഗങ്ങൾക്ക് വേണ്ടി സാറ ക്രിയേഷൻസ് വേൾഡ് മലയാളി ക്രാഫ്റ്റ് ഗ്രൂപ്പുമായി ചേർന്ന് ശ്രീമതി റഷീദ ഷെരീഫ് നവംബർ 8, 9, 10 തീയതികളിൽ നടത്തുന്ന സൗജന്യ ഓൺലൈൻ ഹാൻഡ് എംബ്രോയിഡറി ആൻഡ് ഫ്ലവർ മേക്കിംഗ് ക്ലാസ് ഔദ്യോഗികമായ ഉദ്ഘാടനത്തോടെ ഇന്ന് ആരംഭിക്കുകയാണ്. ഇന്ന് ഇവിടെ എത്തിയിരിക്കുന്ന ഏവർക്കും സ്വാഗതം പറയുകയാണ് എന്റെ കർത്തവ്യം. ഉദ്ഘാടകനായി എത്തിയിരിക്കുന്ന KPA ജനറൽ സെക്രട്ടറി ശ്രീ ജഗത് കൃഷ്ണകുമാർ, KPA ട്രഷറർ ശ്രീ രാജകൃഷ്ണൻ, KPA ലേഡീസ് വിംഗ് കോർഡിനേറ്റർ ശ്രീ മനോജ് ജമാൽ, ഏവരെയും KPA ലേഡീസ് വിംഗിന്റെ പേരിൽ സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ഇന്നത്തെ പ്രധാന അതിഥിയായി സൗജന്യമായി നമുക്ക് ക്ലാസ് എടുത്തു തരുന്ന ശ്രീമതി റഷീദ ഷെരീഫിനെ KPA ലേഡീസ് വിംഗിന് വേണ്ടി സ്വാഗതം ചെയ്യുന്നു. ലേഡീസ് വിംഗ് പ്രസിഡന്റ് ശ്രീമതി ബിസ്മി രാജ്, മറ്റ് അഡ്മിൻ അംഗങ്ങൾ, ലേഡീസ് എക്സിക്യൂട്ടീവ് അംഗങ്ങൾ എല്ലാവരെയും പ്രത്യേകമായി സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ കോഴ്സിന് ജോയിൻ ചെയ്യാനെത്തിയിരിക്കുന്ന എല്ലാ സഹോദരിമാരെയും സ്വാഗതം ചെയ്യുന്നു. ശ്രീമതി റഷീദ ഷെരീഫിനെ പറ്റി 2 വാക്ക്. പ്രശസ്ത ട്രെയിനറായ ശ്രീമതി റഷീദ ഷെരീഫ് പ്രമുഖ ഫാഷൻ ഡിസൈനറും ഹാൻഡിക്രാഫ്റ്റ്, എംബ്രോയിഡറി, ജ്വല്ലറി മേക്കിംഗ് തുടങ്ങി വിവിധ മേഖലകളിൽ വൈദഗ്ധ്യം തെളിയിച്ചിട്ടുള്ളതുമാണ്. 16 വർഷത്തോളമായി ഈ രംഗത്തുള്ള റഷീദ ഷെരീഫ് അബുദാബി മലയാളി സമാജ് ഉൾപ്പെടെ 1000-ഓളം ക്ലാസുകൾ എടുത്തിട്ടുണ്ട്. കണ്ണൂർ കാൽപ്പറമ്പ് സ്വദേശിനിയാണ് ശ്രീമതി റഷീദ ഷെരീഫ്. എല്ലാവർക്കും സ്വാഗതം ഒന്നുകൂടി ആശംസിക്കുന്നു. ഹാൻഡ് ഓവർ ടു ബിസ്മി. ഹലോ. നന്ദി ശ്രീമതി ശ്രീജ ശ്രീധരൻ. അടുത്തതായി ഈ ക്രാഫ്റ്റ് ക്ലാസ് ഔദ്യോഗികമായി ഉദ്ഘാടനം കർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട KPA പ്രസിഡന്റ് ശ്രീ നിസാർ കൊല്ലത്തിനെ ഞാൻ ക്ഷണിക്കുന്നു. ജഗത്ത് നിസാർക്ക് കാണുന്നില്ലല്ലോ. ജഗത്തിന് ഹാൻഡ് ഓവർ ആക്കട്ടോ ഇനാഗുറേഷൻ. ഓക്കെ, വന്നിരുന്നു തോന്നുന്നു. അതാ ഞാൻ കണക്ട് ആയിട്ട് പോയോ. ജഗത്ത് പ്രൈവറ്റ് മെസ്സേജ് അയച്ചിരുന്നു. ഓക്കെ, ഒരു ചെറിയ പരിപാടിയിൽ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. ഇന്നത്തെ നമ്മളുടെ ക്രാഫ്റ്റ് ക്ലാസ് ഔദ്യോഗികമായി ഉദ്ഘാടനം നിർവഹിക്കുന്നത് ബഹുമാനപ്പെട്ട ജനറൽ സെക്രട്ടറി ശ്രീ ജഗത് കൃഷ്ണകുമാർ ആണ്. ഞാൻ ജഗത് കൃഷ്ണകുമാറിനെ ഞാൻ ക്ഷണിക്കുന്നു. താങ്ക് യു ബിസ്മി. KPA ലേഡീസ് വിംഗ് പ്രസിഡന്റ് ശ്രീ ബിസ്മി, സെക്രട്ടറി ശ്രീജ ശ്രീധരൻ, ലേഡീസ് വിംഗ് കോർഡിനേറ്റർ മനോജ് ജമാൽ, KPA പ്രസിഡന്റ് ശ്രീ നിസാർ കൊല്ലം, ട്രഷറർ രാജ് കൃഷ്ണൻ, വൈസ് പ്രസിഡന്റ് ശ്രീ വിനു ക്രിസ്തി, സെക്രട്ടറി കിഷോർ കുമാർ, മറ്റ് ലേഡീസ് വിംഗ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളെ, ഇന്നിവിടെ ക്ലാസ് എടുക്കാനെത്തിയിരിക്കുന്ന ക്ലാസ് നയിക്കുന്ന ശ്രീ റഷീദ ഷെരീഫ്, മറ്റ് എക്സിക്യൂട്ടീവ് അംഗങ്ങളെ, എല്ലാ ക്ലാസ്സിൽ പങ്കെടുക്കാൻ വന്ന എല്ലാവർക്കും ആദ്യമായി ഒരു നല്ല സായാഹ്നം നേരുന്നു. കൊല്ലം പ്രവാസി അസോസിയേഷൻ വനിതാ വിഭാഗം വളരെ ആക്റ്റീവായിട്ടാണ് ഈ പ്രതിസന്ധി ഘട്ടത്തിൽ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ട് പോകുന്നത്. കിഡ്സിന് വേണ്ടി സമ്മർ ക്യാമ്പ്, മോട്ടിവേഷൻ ഡേ പ്രോഗ്രാം, ഹെൽത്ത് പ്രോഗ്രാം, അങ്ങനെ വളരെ ഭംഗിയായി
ഒരുപാട് പ്രോഗ്രാംസ് അവർ നടത്തി. മുന്നോട്ടുള്ള എല്ലാ മാസങ്ങളിലും ഇതുപോലെ ഓരോ മാസങ്ങളിലും ഓരോ പ്രോഗ്രാമെങ്കിലും ഇതുപോലെ ആക്റ്റീവായിട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയും കൂടെ ചെയ്യുന്നു. അവർക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുന്നു. അതോടൊപ്പം ഈ ക്ലാസ് എടുക്കാൻ എത്തിച്ചേർന്ന ശ്രീമതി റഷീദ ഷെരീഫിന് KPയുടെ പേരുള്ള നന്ദിയും അറിയിക്കുകയാണ്. ഈ ഹാൻഡ് എംബ്രോയിഡറി എനിക്ക് തോന്നുന്നത് നല്ല രീതിയിൽ പഠിച്ചാൽ, ഗൗരവമായൊക്കെ കണ്ട് പഠിച്ചു കഴിഞ്ഞാൽ അതൊരു ഒരു ഉപജീവന മാർഗം ആക്കാമെന്ന് തോന്നുന്നു. ഒരു ഹോബിയിൽ ഉപരിയായിട്ട് നിങ്ങളുടെ ഇതെല്ലാം നല്ല രീതിയിൽ പഠിക്കുക, നിങ്ങളുടെ കലാവിരുദ്ധകളൊക്കെ വസ്ത്രങ്ങളിൽ കാണിക്കുക. അതിന് നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം KPA വനിതാ വിഭാഗം ഓർഗനൈസ് ചെയ്യുന്ന ഈ ഹാൻഡ് എംബ്രോയിഡറി ആൻഡ് ഫ്ലവർ മേക്കിംഗ് ക്ലാസ്സിന് ഉദ്ഘാടനം ചെയ്യുന്നതായിട്ട് അറിയിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. നന്ദി ശ്രീ ജഗത് കൃഷ്ണകുമാർ. അടുത്തതായി ആശംസാ പ്രസംഗമാണ്. ആശംസാ പ്രസംഗം അർപ്പിക്കുന്നതിന് വേണ്ടി KPA ട്രഷറർ ശ്രീ രാജകൃഷ്ണനെ ഞാൻ ക്ഷണിക്കുന്നു. ഹലോ, നമസ്കാരം. കേൾക്കുന്നുണ്ട്. കൊല്ലം പ്രവാസി അസോസിയേഷന്റെ ലേഡീസ് വിങ്ങിന്റെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന ഈ ഒരു ഹാൻഡ് എംബ്രോയിഡറി ക്ലാസ്സിന് എല്ലാവിധ ആശംസകളും. നമുക്ക് അധികം സമയം കളയാനില്ല, എത്രയും പെട്ടെന്ന് നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഓവർ ടു യു. താങ്ക് യു. നന്ദി ശ്രീ രാജകൃഷ്ണൻ. അടുത്തതായി ആശംസ അർപ്പിക്കുന്നതിന് വേണ്ടി ലേഡീസ് വിംഗ് കോർഡിനേറ്റർ ശ്രീ മനോജ് ജമാലിനെ ഞാൻ ക്ഷണിക്കുന്നു. ഹലോ, നമസ്കാരം. കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. പറഞ്ഞു. നമസ്കാരം. ലേഡീസ് വിങ്ങിന്റെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന എംബ്രോയിഡറി ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. അതേപോലെ തന്നെ ഈ ക്ലാസ് നയിക്കുന്ന റഷീദ ഷെരീഫിനും KPയുടെ ലേഡീസ് വിങ്ങിന്റെ കോർഡിനേറ്റർ എന്ന നിലയിൽ ആശംസിക്കുന്നു. അതുപോലെ തന്നെ ഇതിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസകൾ അർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. നന്ദി ശ്രീ മനോജ് ജമാൽ. നമുക്ക് ക്ലാസ്സുകൾ ആരംഭിക്കാം. ക്ലാസ് ആരംഭിക്കുന്നതിന് വേണ്ടി ശ്രീമതി റഷീദ ഷെരീഫിനെ ഞാൻ ക്ഷണിച്ചുകൊള്ളുന്നു. താങ്ക് യു മാഡം. ഒറ്റ വാക്കിൽ തന്നെ പറയാണ്, ഔപചാരികതയൊന്നും ഇല്ലാതെ എല്ലാവർക്കും നന്ദി. കൊല്ലം പ്രവാസി അസോസിയേഷന്റെ ഈ ഒരു സ്റ്റെപ്പിന് ഞാൻ കൂടെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ വേണ്ടി നിങ്ങളുടെ കൂടെ ഞാനും ഉണ്ടാവും. ഇതിനു വേണ്ടി പ്രയത്നിച്ച എല്ലാവർക്കും നന്ദി പറയാണ്. ക്ലാസ് നിങ്ങളെ പെർമിഷനോട് കൂടി തുടങ്ങാണ്. വോയിസ് കേൾക്കാതെയോ കാണാതെയോ അങ്ങനത്തെ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ? ശ്രീജ മേഡം, ഹലോ ശ്രീ ചേച്ചി. ഓക്കെ, അപ്പൊ ഞാൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ മുന്നിൽ ഒരു 2-3 ഈ തിരക്കിനിടയിൽ 2-3 ദിവസത്തെ പ്രോഗ്രാം ആയിട്ട് ചുരുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഹാൻഡ് എംബ്രോയിഡറി ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ജസ്റ്റ് ഞാൻ കാണിക്കാവേ, ചെയ്തു തുടങ്ങാം. ഞാൻ കുറച്ചൊന്ന് നിങ്ങളെ സമയം ഒരുപാട് ഡിലേ ആവണ്ടെന്ന് കരുതിയിട്ട് കുറച്ചൊരു കാര്യം ചെയ്തു വെച്ചതായിരുന്നു. ഹാൻഡ് എംബ്രോയിഡറിക്ക് വേണ്ട മെറ്റീരിയൽസ് ഒക്കെ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. എത്ര ആൾക്ക് കിട്ടി എന്നുള്ളത് അറിയില്ല. ഫ്രെയിം, ക്ലോത്ത്, നീഡില്, ഹാൻഡ് എംബ്രോയിഡറി ത്രെഡ്, ഇത്രയും കാര്യങ്ങളാണ് ഇതിന് വേണ്ടത്. ഇപ്പം പിന്നെ KPന്റെ അവര് ജമാൽ അവര് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഒരു ട്രെയിനിങ് ഹാൻഡ് എംബ്രോയിഡറി ആയാലും ഏതൊരു കാര്യമായാലും ക്രാഫ്റ്റ് ഐറ്റംസ് എന്ത് കാര്യം പഠിച്ചാലും അതൊരു ഹോബി എന്നുള്ളതിനേക്കാൾ ഉപരി നമുക്കൊരു വരുമാനം കിട്ടുന്ന തോതിലേക്ക് മാറ്റാനും പറ്റും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുക. പഠിപ്പിച്ച കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ നോക്കുക. ജീവിതത്തിൽ ഒരു ചെയ്യുന്ന കാര്യത്തിന്റെ കൂടെ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ നോക്കുക. ഏതായാലും ക്ലാസ് തുടങ്ങുന്നു. ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഔട്ട്ലൈൻ സ്റ്റിച്ചസ് ആണ്. നമുക്ക് ഹാൻഡ് എംബ്രോയിഡറിയിലായാലും ഏത് കാര്യത്തിലായാലും ഡിസൈനിങ്ങിൽ വരുമ്പോൾ ഔട്ട്ലൈൻ
ഷെയ്ഡിങ്, ഫില്ലിങ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംഭവമാണുള്ള ഉണ്ടാവുക. അപ്പൊ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഔട്ട്ലൈൻ സ്റ്റിച്ച് ആണ്. രക്ഷിത ഒരു കാര്യം ഒന്ന് പറഞ്ഞോട്ടെ. രക്ഷിത, ഈ ചിലപ്പം ചിലര് റിങ് ഇത് ഇടാൻ അറിയാത്തവരുണ്ടാവുമായിരിക്കും, അതൊട്ടൊന്ന് കാണിച്ചു കൊടുത്താലേ. അത് പിന്നെ ഞാനൊരു കാര്യം ചെയ്യാം, എല്ലാത്തിന്റെ വീഡിയോ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. കുഞ്ഞിടുന്നത്, കോട്ട്, അതൊക്കെ ആവുമ്പോ അവർക്ക് ആ വീഡിയോ കണ്ട് സാവധാനം മനസ്സിലാവും. എല്ലാ സ്റ്റെപ്പും ഉണ്ട്, അതിനെ പറ്റിട്ട് വറിയിടാവണ്ട കേട്ടോ. റിങ് ഇടുന്നതിന്റെ പിന്നെ നമ്മള് നീഡില് ത്രെഡ് കോർക്കുന്നത്, എത്ര ത്രെഡ് ഏതൊക്കെ സ്റ്റിച്ചിന് എത്ര ത്രെഡ് ലെയർ കൂടുതൽ എടുക്കണം, ഏതിനൊക്കെ കുറവ് ചെയ്യണം, എങ്ങനെയൊക്കെ ഇടുന്നതിനൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ 3 ദിവസത്തെ പ്രോഗ്രാമിൽ 2 ദിവസം കൊണ്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് 20 സ്റ്റിച്ചസ് ആണ്. നോക്കാം നമുക്ക് ഇത്രത്തോളം അത് 2 ദിവസം കൊണ്ട് പഠിക്കാൻ പറ്റും. ഇപ്പൊ ഓൾറെഡി ഞാൻ സ്റ്റിച്ച് ചെയ്ത് വെച്ചതിന്റെ റീസൺ നിങ്ങൾക്ക് പിന്നെ ഈ ഒരു സ്റ്റിച്ച് ചെയ്യുന്ന ഒരു സമയം ലാഭിക്കാൻ വേണ്ടിയിട്ടാണ്. സ്റ്റാർട്ടിങ്ങിൽ ചെയ്യുന്ന സ്റ്റിച്ചിന്റെ പേര് റണ്ണിങ് സ്റ്റിച്ച് ആണ്, എല്ലാവർക്കും അറിയാം. ഞാൻ റണ്ണിങ് സ്റ്റിച്ച് ആണ് ഇവിടെ ചെയ്ത് വെച്ചിരിക്കുന്നത്. റണ്ണിങ് സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാം. ആർക്കെങ്കിലും അറിയാത്തതുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കാണിക്കാം. ഞാൻ നീഡിലിന് ത്രെഡ് കോർത്തിട്ടുണ്ട്, ഡബിൾ ആയിട്ട് കെട്ടിയിട്ടില്ല. 6 ലെയർ ആണ് എടുത്തത്. 6 ലെയർ എടുത്ത് ഒരു അറ്റത്ത് മാത്രം കെട്ടിട്ട് ഡബിൾ ആയിട്ട് കെട്ടിയിട്ടില്ല. ഇനി അത് വെച്ചിട്ട് റണ്ണിങ് സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാന്ന് കാണിക്കാം. റണ്ണിങ് സ്റ്റിച്ച് അധികം ആൾക്കും അറിയാം. സ്റ്റാർട്ട് ചെയ്തു, ലൈനിൽ സ്റ്റാർട്ട് ചെയ്തു, നീഡിൽ മുകളിലേക്ക് വന്നു, കുറച്ച് ഡിസ്റ്റൻസ് വെച്ചിട്ട് താഴേക്ക് എടുത്തു. അതുപോലെ തന്നെ അത്രയും ഡിസ്റ്റൻസ് എടുത്ത് നീഡിൽ മുകളിലേക്ക്, കുറച്ച് ഡിസ്റ്റൻസ് വെച്ച് താഴേക്ക്, അത്ര തന്നെ ഡിസ്റ്റൻസ് താഴെ വെച്ചിട്ട് മുകളിലേക്ക്. ഇത് സ്റ്റിച്ചിന്റെ പേര് റണ്ണിങ് ആണ്. ഈ റണ്ണിങ് സ്റ്റിച്ച് വെച്ച് ചെയ്യുന്ന വർക്കിന് പേര് കാന്ത വർക്ക് എന്നാണ്. റണ്ണിങ് സ്റ്റിച്ച് വെച്ച് റണ്ണിങ് ഇങ്ങനെ നമ്മൾ ഔട്ട്ലൈൻ, ഇതിപ്പം ഞാൻ സ്ട്രൈറ്റ് ആയിട്ടുള്ള ഔട്ട്ലൈൻ ആണ് ചെയ്തത്. അതിന്റെ മുകളിലൂടെ എടുക്കുമ്പോൾ അത്ര ഭംഗി തോന്നില്ല. വേറെ ഏതെങ്കിലും ഡിസൈൻ ചെയ്തിട്ട് അതിന്റെ മുകളിലൂടെ ചെയ്യുമ്പോൾ ആ വർക്കിന് പറയാം കാന്ത വർക്ക് എന്നാ പറയാം. റണ്ണിങ് സ്റ്റിച്ച് ചെയ്യുന്ന വർക്കിന്റെ പേര് കാന്ത വർക്ക്. ഇതിപ്പോ ഞാൻ ഒരു 6 ലെയർ മാത്രം കോർത്തു, ഡബിൾ ആയിട്ട് കെട്ടിട്ടില്ല. എന്തുകൊണ്ടാ ഒരുപാട് 6 ലെയർ ഡബിൾ ആയി കെട്ടിട്ടാൽ ഏകദേശം 12 ലെയർ വരും. അത്രത്തോളം എടുക്കാതിരുന്ന ഇത്രയും 6 ലെയറും വേണ്ട, അധികം നൂല് വേണ്ട റണ്ണിങ് സ്റ്റിച്ചിന്. കാരണം ഔട്ട്ലൈൻ സ്റ്റിച്ചസ് ആണ്. നമ്മൾ ബോർഡർ ഡിസൈനിനൊക്കെയാണ് ഒരുപാട് എടുക്കുന്നത്. ഓക്കെ, ജസ്റ്റ് ഒന്ന് റണ്ണിങ് ചെയ്യുന്നതേ ഉള്ളൂ. ഒന്നാമത്തെ സ്റ്റിച്ച് റണ്ണിങ് സ്റ്റിച്ച്. റണ്ണിങ് സ്റ്റിച്ച് വെച്ച് ചെയ്യുന്ന വർക്കിന്റെ പേര് കാന്ത വർക്ക്. കാന്ത വർക്ക് ചെയ്ത സാരിയൊക്കെ നിങ്ങൾ വാങ്ങിച്ച് ഉപയോഗിച്ചിട്ടൊക്കെ ഉണ്ടാവും. കാന്ത വർക്ക് സാരിയിലൊക്കെ ചെയ്യുന്ന സമയത്ത് നല്ല എമൗണ്ട് ആവുന്നുണ്ട്. ഇനി ഇതിന്റെ കെട്ടും കൂടി ഞാൻ ഒന്ന് കാണിച്ചു തരാം. ഇതിന്റെ ബാക്ക് ഇങ്ങനെയാ ഉണ്ടാവുക. ഇതിന് കെട്ടിടുന്നത് ഇവിടുന്ന് ഒരു കുഞ്ഞ് സ്റ്റിച്ച് എടുക്കും, ഒരു ചെറിയ സ്റ്റിച്ച് എടുത്തിട്ട് ഇതിലെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യാം. ഇനി ഞാൻ 2 റണ്ണിങ് ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ 2 റണ്ണിങ് ചെയ്ത് വെച്ചത് വേറെ സ്റ്റിച്ച് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. റണ്ണിങ് സ്റ്റിച്ചിനോട് സാമ്യമുള്ള അതേ കാറ്റഗറിയിൽ വരുന്ന സ്റ്റിച്ചാണ് 2 സ്റ്റിച്ച്. വിപ്ഡ് റണ്ണിങ്ങും ലേസ്ഡ് റണ്ണിങ്. വിപ്ഡ് റണ്ണിങ് ആൻഡ് ലേസ്ഡ് റണ്ണിങ്. ഞാൻ എന്തെങ്കിലും ചോദിക്കുമ്പോൾ ആരെങ്കിലും ഒന്ന് ആൻസർ ചെയ്യണേ, എന്നാലേ എനിക്ക് സമാധാനം ഉണ്ടാവുള്ളൂ. റണ്ണിങ് സ്റ്റിച്ചിന്റെ കൂടെ ഇത് 2 റണ്ണിങ് ഞാൻ ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ട്. വിപ്ഡ് റണ്ണിങ്ങും ലേസ്ഡ് റണ്ണിങ്ങും ആണ് ചെയ്യുന്നത്. ഫസ്റ്റ് നമ്മൾ ഇതിന്റെ അടുത്ത് തന്നെ നീഡിൽ എടുത്തു. ആദ്യം റണ്ണിങ് ചെയ്ത് വെച്ചതിന്റെ അടുത്തുനിന്ന് നീഡിൽ മുകളിലേക്ക് എടുത്തു. ഫസ്റ്റ് റണ്ണിങ് ആണ് പഠിപ്പിച്ചത്. ഇനി ചെയ്യുന്നത് വിപ്ഡ് റണ്ണിങ്. റണ്ണിങ്ങിന്റെ തൊട്ടടുത്തുനിന്ന് നീഡിൽ എടുത്തു. എന്നിട്ട് ആദ്യത്തെ റണ്ണിങ്ങിലൂടെ നീഡിൽ താഴേക്ക് കൊണ്ടുപോയി. ആദ്യത്തെ റണ്ണിങ്ങിലൂടെ നീഡിൽ താഴേക്ക് കൊണ്ടുപോയി. വേറൊരു കളറാണ് എടുത്തിട്ടുള്ളത്, 6 ലെയർ ആണ്. തൊട്ടടുത്ത റണ്ണിങ്ങിലൂടെയും കൊണ്ടുപോയി. ത്രെഡ് കുറച്ച് നീളത്തിൽ കോർത്ത് കഴിഞ്ഞാൽ നിങ്ങൾ കെട്ട് കൊടുക്കുന്നതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഈ ചെയ്യുന്ന സ്റ്റിച്ചിന്റെ പേരെന്താണ്? ജസ്റ്റ് ഒന്ന് ആൻസർ ചെയ്യുക ആരെങ്കിലും ഒരാള്.
വിപ്പിഡ് റണ്ണിങ്. വിപ്പിഡ് റണ്ണിങ്. ആദ്യം ചെയ്തത് റണ്ണിങ്, ഇത് ചെയ്യുന്നത് വിപ്പിഡ് റണ്ണിങ്. വിപ്പിഡ് റണ്ണിങ് എങ്ങനെയാ സ്റ്റെപ്പ്? റണ്ണിങ്ങിന്റെ ഉള്ളിൽ കൂടെയാണ് ചെയ്യുന്നത്. ഇനി അടുത്ത സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇതിന്റെ ഡിഫറൻസ് ഒന്ന് പറഞ്ഞു തന്നെ. അടുത്ത് ചെയ്യുമ്പോൾ നിങ്ങൾ ചോദിക്കും. ഇവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. സ്റ്റിച്ചിന്റെ പേര് വിപ്പിഡ് റണ്ണിങ് ആണ്. റണ്ണിങ് എങ്ങനെ ചെയ്യുന്നത്? റണ്ണിങ് സ്റ്റിച്ചിന്റെ ഉള്ളിൽ കൂടെ. ഓക്കെ, ഇനി ഇത് ഇതുപോലെ കിട്ടുന്ന അത് ഞാൻ കെട്ടിട്ട് കാണിക്കാം. കെട്ടിട്ട് പറയാം. മ്യൂട്ട് ചെയ്തു. അതാരാണ്? ഒന്ന് കിട്ടിട്ടതാണ്. റണ്ണിങ് സ്റ്റിച്ച് കാണിച്ചു, വിപ്പിഡ് റണ്ണിങ്ങും. നിങ്ങൾ ടെൻഷൻ ആവണ്ട, നിങ്ങൾക്ക് കൃത്യമായിട്ട് വീഡിയോ വിട്ടു തരും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഗ്രൂപ്പിൽ ചോദിക്കുകയും ചെയ്യാം. ഇനി ഞാൻ ചെയ്യുന്ന സ്റ്റിച്ചിന്റെ പേര് ലേസ്ഡ് റണ്ണിങ്. ലേസ്ഡ് റണ്ണിങ് ഇത് ഞാൻ ഇപ്പൊ ചെയ്യുന്നതും ആദ്യം ചെയ്തതും നമ്മളുടെ വ്യത്യാസം ആരെങ്കിലും ഒരാൾ പറഞ്ഞു തരണം കേട്ടോ, പറയണേ. നീഡില് മുകളിലേക്ക് എടുത്തു, റണ്ണിങ്ങിന്റെ ഉള്ളിൽ കൂടെ എടുത്തു. വല്ലാതെ ടൈറ്റ് ചെയ്യുന്നില്ല. ആദ്യത്തെ സ്റ്റിച്ചും ഇതും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് പറയോ? ആരെങ്കിലും മനസ്സിലായവരൊന്ന് പറയോ? ആദ്യത്തെ സ്റ്റിച്ച് ശ്രദ്ധിച്ചവർക്ക് പറയാൻ പറ്റും. ഇതും അതും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? വിപ്പിഡ് റണ്ണിങ് മുകളിൽ നിന്ന് താഴോട്ട്. ഓക്കെ, വെരി ഗുഡ്. അതാരാ പറഞ്ഞത്? വിപ്പിഡ് റണ്ണിങ് മുകളിൽ നിന്ന് താഴേക്കും, ലേസ്ഡ് റണ്ണിങ് രണ്ട് ഭാഗത്തേക്ക് ചെയ്യുന്നത്. ഒരേ വലുപ്പത്തിൽ ടൈറ്റ് ചെയ്യാതെ വെക്കാണ്. ഒരേ വലുപ്പത്തിൽ ടൈറ്റ് ചെയ്യാതെ. ഈ ലേസ്ഡ് റണ്ണിങ് പൊതുവെ ഈ ചെറിയൊരു കർച്ച് ടവലൊക്കെ ചെയ്യുന്ന സമയത്ത് ഡിസൈനിങ്ങിന് യൂസ് ചെയ്യുന്ന സ്റ്റിച്ചാണ്. ഒരേ അകലായിരിക്കണം കേട്ടോ. ഇത് ലേസ്ഡ് റണ്ണിങ്, രണ്ട് ഭാഗം ഒരു ഏകദേശം ലേസ് പോലെ വരുന്ന രീതിയിൽ ചെയ്യുന്നത് ലേസ്ഡ് റണ്ണിങ്. ഓക്കെ, ലേസ്ഡ് റണ്ണിങ്. ഓക്കെ, നമ്മൾ ആദ്യം 3 സ്റ്റിച്ച് പഠിച്ചു. മൂന്നും ഒരേ റണ്ണിങ് സ്റ്റിച്ച്. ഫസ്റ്റ് റണ്ണിങ് സ്റ്റിച്ച് ആണ് പഠിച്ചത്. റണ്ണിങ് സ്റ്റിച്ചിനോട് അനുബന്ധിച്ചിട്ടുള്ള സ്റ്റിച്ച് തന്നെയാണ് വിപ്പിഡ് റണ്ണിങ്ങും ലേസ്ഡ് റണ്ണിങ്ങും. ഇനി ഇത് ഔട്ട്ലൈൻ യൂസ് ചെയ്യുന്ന സ്റ്റിച്ചാണ്. ഈ 3 സ്റ്റിച്ചും ഔട്ട്ലൈൻ ചെയ്യുന്നതാണ്. റണ്ണിങ് സ്റ്റിച്ച് ഡിസൈനിന്റെ മുകളിൽ ഔട്ട്ലൈൻ ആയിട്ട് ഡിസൈനിന്റെ മുകളിൽ ചെയ്യുന്നതിന് ഒരു പേരുണ്ട്. കാന്താവർക്ക് എന്നാണ് പറയാ. റണ്ണിങ് വെച്ച് ചെയ്യുന്നതിന് കാന്താവർക്ക് എന്നാണ് പറയാ. ഓക്കെ, ഇനി അടുത്ത സ്റ്റിച്ച് ഇതുപോലെ തന്നെ ഔട്ട്ലൈൻ ഉപയോഗിക്കുന്ന സ്റ്റിച്ചാണ്. ഇന്ന് പഠിപ്പിക്കുന്നതൊക്കെ ഔട്ട്ലൈൻ യൂസ് ചെയ്യുന്ന സ്റ്റിച്ചസ് ആണ് പഠിപ്പിക്കുന്നത്.
ഈ സ്റ്റിച്ചിന്റെ പേര് ചെയിൻ സ്റ്റിച്ച്. ചെയിൻ സ്റ്റിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റുമായിരിക്കും. നീഡിൽ മുകളിൽ നിന്ന് എടുത്തു, മുകളിൽ നിന്ന് താഴെ നിന്ന് മുകളിലേക്ക് എടുത്തു, എന്നിട്ട് കുറച്ച് വിട്ടിട്ട് ഫ്രണ്ടിലേക്ക് എടുത്തു. ഇതിനെങ്ങനെ കവർ ചെയ്യാം, കവർ ചെയ്ത് ടൈറ്റ് ചെയ്യാം. അല്ലാതെ ടൈറ്റ് ചെയ്യണ്ട, നിങ്ങൾ ആവശ്യത്തിനനുസരിച്ച് ടൈറ്റ് ചെയ്താൽ മതി. ഇനി വീണ്ടും ആ ഹോളിലേക്ക് തന്നെ, നമ്മൾ നീഡിൽ മുകളിലേക്ക് വന്ന ഹോളിലേക്ക് തന്നെ അല്ല ചെയ്യുന്നത്, അതിന്റെ തൊട്ടടുത്താണ് സൂചി താഴേക്ക് കൊണ്ടുവന്നത്. അതേ അകലത്തിൽ സൂചി മുകളിലേക്ക് എടുത്തു. വീണ്ടും എന്ത് ചെയ്യാ, സൂചി നീഡിൽ കോർക്കുക. അതുപോലെ തന്നെ വീണ്ടും നമ്മളെ ബഹ്റൈനിൽ നമ്മളെ ക്ലാസ് കഴിഞ്ഞ് വർക്ക് ചെയ്ത് കൊടുക്കാനൊക്കെ തുടങ്ങിയ ആൾക്കാരുണ്ട് കേട്ടോ. ക്ലാസ് കഴിഞ്ഞില്ല, ചെയ്തുകൊണ്ടിരിക്കുന്നവർ തന്നെ വർക്ക് ചെയ്ത് കൊടുക്കുന്നൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഹാൻഡ് എംബ്രോയിഡറി ആയാലും എന്ത് കാര്യമായാലും നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ച് ചെയ്യാൻ നോക്കണേ. ചെയിൻ സ്റ്റിച്ചിൽ എന്തെങ്കിലും മനസ്സിലാവാത്തതുണ്ടെങ്കിൽ പറയണേ. ഞാൻ സ്ക്രീൻ അങ്ങനെ ശ്രദ്ധിക്കുന്നില്ല, നിങ്ങൾ കാണുന്നില്ലെങ്കിലോ നിങ്ങൾക്ക് അത് മനസ്സിലായിട്ടില്ലെങ്കിലോ പറയണം. പിന്നെ വീഡിയോ സെൻഡ് ചെയ്യുന്നതുകൊണ്ട് ഓക്കെ. ചെയിൻ, ഈ സ്റ്റിച്ചിന്റെ പേര് ചെയിൻ സ്റ്റിച്ച്. ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. ഓക്കെ ഓക്കെ, ചോദിച്ചു. എന്താണ്? സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഈ റൗണ്ട് ഇട്ട് ഒരു ഫസ്റ്റ് ചെയിൻ സ്റ്റിച്ച് ചെയ്തിട്ട് നെക്സ്റ്റ് ചെയ്യുമ്പോൾ ഈ നീഡിൽ എവിടെയാണ് ഈ റൗണ്ട് വരുന്നതിന്റെ അകത്തോട്ട് തന്നെയാണോ ചെയ്യേണ്ടത്? ശ്രദ്ധിച്ചോ, ഇവിടെ നീഡിലെടുത്ത് റൗണ്ടിന്റെ ഉള്ളിലാണ്, ഈ റൗണ്ടിന്റെ ഉള്ളിൽ തന്നെയാണ് അടുത്തത് എടുക്കുന്നത്. റൗണ്ടിന്റെ അകത്തൂടെ തന്നെയാണ് എടുത്തിട്ട് പുറത്തോട്ട് എടുക്കുന്നത് അല്ലേ? അതെ, റൗണ്ടിന്റെ അകത്തൂടെ തന്നെയാണ്. പക്ഷെ നമ്മള് ഈ ആദ്യം എടുത്ത സ്റ്റിച്ചിന്റെ ആ ഒരു ഹോളിലേക്കല്ല, ആ ഹോളിലേക്ക് ആകുമ്പോ അഴിഞ്ഞു പോകില്ലേ, നമ്മൾ ഈ വരുന്ന ഈ ത്രെഡിന്റെ ആ ഹോളിന്റെ തൊട്ടടുത്ത് ഉള്ളിൽ തന്നെയാണ് പക്ഷെ തൊട്ടടുത്ത്. ഇത് ഞാൻ കെട്ടിടാണ്. ഇതൊക്കെ ഔട്ട്ലൈനിൽ യൂസ് ചെയ്യുന്ന സ്റ്റിച്ചാണ്. നിങ്ങൾ ഏതെങ്കിലും ഒരു കുഞ്ഞ് ഡിസൈൻ ട്രേസ് ചെയ്തിട്ട് അത് വെച്ചിട്ട് ചെയ്യുന്ന, അതിന്റെ ഔട്ട്ലൈനിന്റെ മുകളിൽ കൂടെ ചെയ്യുന്ന സ്റ്റിച്ചാണ്. ഫില്ലിങ്ങിന് ഉപയോഗിക്കുന്നതല്ല, ഇതൊക്കെ ഔട്ട്ലൈന് ഉപയോഗിക്കുന്നതാണ്. സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന സ്റ്റിച്ചാണ് ചെയിൻ. ഇനി അടുത്തത് മാജിക് ചെയിൻ ആണ്. മാജിക് ചെയിൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാല്, നമ്മള് മാജിക് ചെയിൻ ഞാൻ നാളെ ചെയ്ത് കാണിച്ചു തരാം. മാജിക് ചെയിൻ ഇന്ന് ചെയ്യുന്നില്ല. അത് നമുക്ക് കുറച്ച് ഹോള് നിങ്ങളെ സമയം നഷ്ടപ്പെടുത്തണ്ടെന്ന് വിചാരിച്ചിട്ടാണ്, വേറെ ഒന്നല്ല. നാളത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അത് കാണിക്കാം. കാരണം ഒരു ഹോളിൽ തന്നെ, ഇതിപ്പോ ഞാൻ കോർത്തത് 6 നൂലാണ്. അതുപോലെ തന്നെ ഈ ഹോളിൽ തന്നെ വേറൊരു കളർ 6 നൂലും കോർക്കണം. അപ്പൊ ഞാൻ നിങ്ങളെ സമയം നഷ്ടപ്പെടുത്തണ്ടെന്ന് വിചാരിച്ച എല്ലാ സൂചിയിലും നൂലിങ്ങനെ കോർത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അത് നാളെ കാണിക്കാം. മാജിക് ചെയിൻ എങ്ങനെയാ ചെയ്യുന്നതെന്നുള്ളത് കേട്ടോ, നാളെ കാണിച്ചു തരാം. നൂല് കോർക്കേണ്ട ടൈം ഇതിനിടയിൽ വെറുതെ കളയണ്ടെന്ന് എഴുതിയിട്ടാണ്. നാളെ ചെയ്യാം മാജിക് ചെയിൻ. അപ്പൊ 1 2 3 4 സ്റ്റിച്ചായി. ഇനി നമ്മൾ ചെയ്യുന്നത് ബാക്ക് സ്റ്റിച്ച്. ഇതൊക്കെ ഇന്ന് പഠിപ്പിക്കുന്ന എല്ലാ സ്റ്റിച്ചും തന്നെ ഔട്ട്ലൈൻ ഉപയോഗിക്കുന്ന സ്റ്റിച്ചാണ്. നിങ്ങൾക്ക് ഈ സ്റ്റിച്ചസ് വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാല്, എനിക്ക് ഏതെങ്കിലും ഡിസൈൻ ചെയ്തിട്ട് സെൻഡ് ചെയ്ത് തരണം. അതിന്റെ മോഡൽ ഞാൻ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ഇപ്പൊ തന്നെ സെൻഡ് ചെയ്യും. സ്റ്റിച്ചിന്റെ വീഡിയോയും സെൻഡ് ചെയ്യും, പിന്നെ മോഡലും, ജസ്റ്റ് 1 2 മോഡലും സെൻഡ് ചെയ്യും കേട്ടോ. അപ്പൊ ഇനി ബാക്ക് സ്റ്റിച്ച് എന്ന് പറഞ്ഞാൽ റണ്ണിങ് സ്റ്റിച്ച് പോലെ തന്നെ, പക്ഷെ ബാക്ക് സ്റ്റിച്ച് എന്നുള്ള പേരിൽ തന്നെ അറിയാം നമ്മള് ബാക്കിലേക്ക് എടുക്കുന്നതാണ്. പക്ഷെ ഞാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒന്ന് മുകളിലേക്ക് എടുത്തു, നമ്മളെ ലൈനിന്റെ എൻഡ് ഒന്ന് മുകളിലേക്ക് എടുത്തു, താഴേക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മാത്രം അങ്ങനെ ചെയ്യുന്നതേ ഉള്ളൂ. ഇനി എന്താ ചെയ്യാന്ന് വെച്ചാൽ, ഇനി റണ്ണിങ് ചെയ്യുമ്പോൾ എന്താ ചെയ്തത്, നമ്മൾ ഇവിടുന്ന് തന്നെ കുറച്ച് വിട്ടിട്ട് ചെയ്യുന്ന. ഇതങ്ങനെയല്ല, ഇത് കുറച്ച് ഫ്രണ്ടിലേക്ക് നീഡിൽ കൊണ്ടുവന്നു.
കുറച്ച് ഫ്രണ്ടിലേക്ക് നീഡിൽ കൊണ്ടുവന്നിട്ട് ഈ നീഡിലിനെ ഇതിനെ പിന്നെ ചെയ്യുന്നത് പുറകിലേക്കാണ്. ഇത് പിന്നെ ചെയ്യുന്നത് പുറകിലേക്കാണ് കുത്തുന്നത്. ഇങ്ങനെ ചെയ്യുന്ന സ്റ്റിച്ചിനാണ് എന്ത് പറയാ, ബാക്ക് സ്റ്റിച്ച് എന്ന് പറയാം. ഇനി വീണ്ടും നമ്മൾ മുന്നിൽ ഫ്രണ്ടിലേക്ക് കൊണ്ടുപോയി, താഴെ നിന്ന് ഫ്രണ്ടിലേക്ക് കൊണ്ടുപോയി, എന്നിട്ട് തിരിച്ച് ചെയ്യുന്നത് ബാക്കിലേക്ക്. സോറി, ഒരു മിനിറ്റ്, എന്റെ ഷാളിൽ കുടുങ്ങിയിട്ടുണ്ട്. കുറച്ച് ഫ്രണ്ടിലേക്ക് കൊണ്ടുവന്നു, കുറച്ച് ഫ്രണ്ടിലേക്ക് കൊണ്ടുവന്നിട്ട് അതിനെ പുറകിലേക്ക് തന്നെ കുത്തി. ഇങ്ങനെ ചെയ്യുന്ന സ്റ്റിച്ചിനാണ് പറയാ ബാക്ക് സ്റ്റിച്ച്. ഇത് എളുപ്പമാണ്, റണ്ണിങ് പോലെ തന്നെ, പക്ഷെ കുറച്ചൊന്ന് ഫ്രണ്ടിലേക്ക് കൊണ്ടുവന്നിട്ടാണ് ബാക്കിലേക്ക് ചെയ്യുന്നത്. ഒരേ അകലത്തിൽ ചെയ്യണം, ഗ്യാപ്പ് ഒന്നുമില്ല. റണ്ണിങ് സ്റ്റിച്ചിന് ഗ്യാപ്പ് ഉണ്ട്, ഇതിന് ഗ്യാപ്പ് ഒന്നും ഇല്ലാതെ ഇങ്ങനെ ചെയ്യാം. ഇതിൽ ഡൗട്ട് ഉണ്ടോ? ഇല്ലല്ലോ, എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ് ബാക്ക് സ്റ്റിച്ച്. ഡൗട്ട് ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. ലോങ് ചെയ്യുന്നതിനും ഇല്ലല്ലോ, ലോങ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യുന്നതിനേക്കാളും നിങ്ങൾക്ക് അടുത്ത സ്റ്റിച്ച് പറഞ്ഞുതരാലോ എന്ന് വിചാരിച്ചിട്ടാണ്. വീഡിയോ സെൻഡ് ചെയ്യോ, അതിനെ പറ്റിട്ട് വറീഡ് ആവണ്ട, നിങ്ങൾ സമയം ഇതാവണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. വിപ്ഡ് റണ്ണിങ്, ലേസ്ഡ് റണ്ണിങ്, റണ്ണിങ്, ചെയിൻ സ്റ്റിച്ച്, ബാക്ക് സ്റ്റിച്ച്. ഇനി ചെയ്യുന്ന സ്റ്റിച്ച് കാണിക്കാവേ. നമ്മൾ ചെയിൻ സ്റ്റിച്ചിനോട് സാമ്യമുള്ള സ്റ്റിച്ചിന്റെ മാജിക് ചെയിൻ ആണ് പഠിക്കാത്തത്. ഇനി ഇപ്പം ബാക്ക് സ്റ്റിച്ചിനോട് സാമ്യമുള്ള സ്റ്റിച്ചാണ് പഠിക്കുന്നത്. ബാക്ക് സ്റ്റിച്ചിനോട് സാമ്യമുള്ള സ്റ്റിച്ചുകളാണ് ഇനി പഠിക്കുന്നത്. ബാക്ക് സ്റ്റിച്ചിനോട് സാമ്യമുള്ള, ഇതൊക്കെ ഔട്ട്ലൈനിന് തന്നെ ഉപയോഗിക്കുന്നതാണ്. ബാക്ക് സ്റ്റിച്ചിനോട് സാമ്യമുള്ള സ്റ്റിച്ച് ഞാൻ താഴോട്ട് പോകുമ്പോ നിങ്ങൾക്ക് ഫ്രെയിം കാണുന്നില്ലെങ്കിൽ പറയണേ. ബാക്ക് സ്റ്റിച്ചിനോട് സാമ്യമുള്ള സ്റ്റിച്ചാണ്. നീഡില് മുകളിലേക്ക് എടുത്തു, കുറച്ച് ഫ്രണ്ടിലേക്ക് കൊണ്ടുവന്നു. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞാനൊന്ന് അങ്ങനെ തുടങ്ങുന്നതാണ്. ബാക്കിലേക്ക് നേരെ കുറച്ച് ഫ്രണ്ടിലിരുന്ന് ബാക്കിലേക്കും തുടങ്ങാം. ഇനി എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഇനി ഞാൻ ഈ സ്റ്റിച്ചിന്റെ സെന്ററിൽ, നമ്മൾ ചെയ്ത സ്റ്റിച്ചിന്റെ സെന്ററിൽ, ഞാൻ ചെയ്ത സ്റ്റിച്ചിന്റെ സെന്ററിലേക്ക് നീഡിലെടുക്കുകയാണ്. ആ സ്റ്റിച്ചിന്റെ ത്രെഡിലേക്ക് നീഡിലെടുക്കുകയാണ്. നീഡിലെടുത്തു. മ്യൂട്ടല്ലേ? എന്താണ്, പറഞ്ഞോളൂ, പറയണേ. ഇപ്പൊ ഞാൻ ചെയ്തത്, ആദ്യം ഞാൻ ചെയ്ത സ്റ്റിച്ചിനെ സ്പ്ലിറ്റ് ചെയ്യും. ഈ സ്റ്റിച്ചിന്റെ പേര് തന്നെ സ്പ്ലിറ്റ് സ്റ്റിച്ച് എന്നാണ്. ഇനി ഫ്രണ്ടിലേക്ക് എടുത്തു, ഫ്രണ്ടിലേക്ക് എടുത്തിട്ട് ഇനി എന്ത് ചെയ്യണം? ഇനി ഞാൻ ചെയ്യേണ്ട സ്റ്റെപ്പ് എന്താണെന്ന് പറയാവോ? പറഞ്ഞോളൂ. ആദ്യത്തെ നമ്മൾ എടുത്ത സ്റ്റിച്ചിന്റെ സെന്ററിൽ ആ ത്രെഡിനെ സ്പ്ലിറ്റ് ചെയ്യുക. ഇനി വീണ്ടും കുറച്ച് ഫ്രണ്ടിലേക്ക് എടുത്തു, സ്പ്ലിറ്റ് തന്നെയാണ് ഈ സ്റ്റിച്ചിന്റെ പേര്. ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് കൊണ്ടുവരും. ഇത് കുറച്ച് അധികം ലെയർ എടുത്താലാണ് കൃത്യമായിട്ട് ആ സ്പ്ലിറ്റ് ചെയ്ത് നമുക്ക് മനസ്സിലാവാൻ പറ്റുള്ളൂ. ഇത് എന്തിനാ ചെയ്യാന്ന് വെച്ചാൽ, നമ്മള് പിന്നെ ഈ ഫ്ലവർ ഒക്കെ ചെയ്ത് അതിന് സ്റ്റെം ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, തണ്ടൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന സ്റ്റിച്ചാണ് സ്പ്ലിറ്റ് സ്റ്റിച്ച്. സ്പ്ലിറ്റ്
ബാക്ക് സ്റ്റിച്ചിനോട് സാമ്യമുള്ളതാണ് സ്പ്ലിറ്റ്. ഇങ്ങനെ ടൈറ്റ് ആക്കിയിട്ട് ഇതിനെ ബാക്കിലേക്ക് വന്നു, നീറ്റിൽ ബാക്കിലേക്ക് കൊണ്ടുവന്ന് ആദ്യത്തെ സ്റ്റിച്ചിനെ സ്പ്ലിറ്റ് ചെയ്തു. ഓക്കെ, ഞാൻ ഇവിടുന്ന് കെട്ടു. വലിയ ബുദ്ധിമുട്ടുണ്ടോ ഹാൻഡ് എംബ്രോയിഡറി പഠിക്കാൻ? ക്ലാസ് പറഞ്ഞു തരുമ്പോ മനസ്സിലാവുന്നില്ലെങ്കിൽ പറയണേ. ഇനി അടുത്ത സ്റ്റിച്ച് ബാക്ക് സ്റ്റിച്ചിനോട് അടുപ്പുള്ള സ്റ്റിച്ചിന്. ഇനി 8ാമത്തെ സ്റ്റിച്ച് സ്റ്റെം സ്റ്റിച്ച്. ഞാൻ ഇവിടെ കാണിക്കട്ടെ, നിങ്ങൾക്ക് ഇവിടെ ആയിരിക്കുമല്ലോ കുറച്ചും കൂടി എളുപ്പം കാണാൻ. ഇവിടെ ഒരു വൈറ്റ് ഷോൾ ഇട്ട ആളെ ഞാൻ കാണുന്നുണ്ട്, വൈറ്റ് ഷോളും ഗ്രീൻ ടോപ്പും ഇട്ട ആളെ. ജസ്റ്റ് ഒന്ന് ആക്ഷൻ കാണിക്കോ? കാണുന്നുണ്ട്. ഞാൻ ഇവിടെ തുടങ്ങാണ്. പിന്നെ സ്റ്റിച്ചിന്റെ പേര് സ്റ്റെമ്മ്. ഏതിനോട് സാമ്യമുള്ളതാണ്? ബാക്ക് സ്റ്റിച്ചിനോട് സാമ്യമുള്ളതാണ്. അപ്പൊ എങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാല് സ്റ്റിച്ച് എടുത്തു. ഇതെങ്ങനെയാ ബാക്ക് സ്റ്റിച്ചിനോട് സാമ്യം എന്ന് പറഞ്ഞുതരാം. ഇനി ഫ്രണ്ടിലേക്ക് എടുത്തിട്ട് ഞാൻ അടുത്ത സ്റ്റെപ്പ് ചെയ്യുന്നത് നീഡിൽ ബാക്കിലേക്ക് കൊണ്ടുവന്നിട്ടാണ്. ഇത് ടൈറ്റ് ചെയ്യുന്നില്ല. ഈ സ്റ്റിച്ച് ടൈറ്റ് ചെയ്യാതെ കുറച്ച് ഇങ്ങനെ വെച്ചു. ഇനി ഞാൻ കൊണ്ടുവരുന്നത് ഇവിടെയാണ് നമ്മളെ പോയിന്റ്. നീഡിൽ കുത്തിയത് ഇവിടെയാണ്, താഴേക്ക് കൊണ്ടുപോയത്. ഇനി ഞാൻ ബാക്കിലേക്കാ വരുന്നത്. ബാക്കിലേക്ക് വന്നിട്ട് ഈ രണ്ടിന്റെയും സെന്ററിൽ നീഡിലെടുക്കുകയാണ്. നീഡിലെടുക്കുമ്പോൾ നമ്മൾ ത്രെഡ് താഴ്ഭാഗത്താവണം. സ്റ്റെമ്മ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ത്രെഡ് താഴ്ഭാഗത്താണ്, നീഡില് മുകൾ ഭാഗത്താണ്. ഈ രണ്ട് ത്രെഡിന്റെയും സെന്ററിലാണ് നീഡിൽ വരുന്നത്. എന്നിട്ട് വലിക്കുക. വലിച്ചു. അവിടെ ടൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ ഫ്രണ്ടിലേക്ക് നീഡിൽ എടുത്തു. ഫ്രണ്ടിലേക്ക് നീഡിൽ എടുത്തിട്ട് എന്ത് ചെയ്യണം എന്നുള്ളത് നിങ്ങൾ പറയണേ. ഫ്രണ്ടിലേക്ക് നീഡിൽ എടുത്തു. ത്രെഡ് ടൈറ്റ് ആവുന്നതിന് മുന്നേ എന്ത് ചെയ്യണം? സെന്ററിൽ എടുക്കുക. സെന്ററിൽ എടുത്തിട്ട് ഈ ത്രെഡ് ഇവിടെ ഇങ്ങനെ താഴേക്ക് നിൽക്കണം. ഇത് ടൈറ്റ് ചെയ്ത് കൊണ്ടുവരിക. അപ്പൊ ഇങ്ങനെ കണക്ട് ചെയ്ത ഒരു പിന്നെ എന്താ പറയാ, കണക്ട് ചെയ്തിട്ടുള്ള ഒരു രീതിയിലേക്ക് വരും. ഇനിയും ഞാൻ നീഡില് ഫ്രണ്ടിലേക്ക് എടുത്തു. എങ്ങനെ ഓക്കെ സംഭവം നിങ്ങൾക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ അല്ലെ? ഓക്കെ. സ്റ്റെമ്മ് ഇന്നത്തെ സ്റ്റിച്ചൊക്കെ വലിയ ബുദ്ധിമുട്ടില്ലാതെ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് അത്യാവശ്യം ചിലപ്പോൾ ചെയ്ത് പരിചയമൊക്കെ ഉള്ള സ്റ്റിച്ച് ആയിരിക്കും. സ്റ്റെം സ്റ്റിച്ച്. ഓക്കെ, ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പിന്നെ ഇതിന്റെ ചെടി തണ്ടൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. സ്റ്റെമ്മ്, ബാക്ക് സ്റ്റിച്ച്, സ്പ്ലിറ്റ്, ഇതൊക്കെ ആ ഒരു കാര്യത്തിന് ഉപയോഗിക്കുന്നതാണ്. ഇനി ഓരോ ഇത് വരുമ്പോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി, അതൊക്കെ ഞാൻ പറഞ്ഞുതരും. ജസ്റ്റ് ഇത് ഞാൻ സ്റ്റോപ്പ് ചെയ്യും. ഓക്കെ, ഇനി നമ്മൾ സ്റ്റോപ്പ് ചെയ്യുമ്പോൾ ഇവിടുന്ന് തന്നെ സ്റ്റോപ്പ് ചെയ്യാം. ഈ ആദ്യത്തെ ഇതിന്റെ എൻഡ് ഭാഗത്ത് നിന്ന് സ്റ്റോപ്പ് ചെയ്യാം. സ്റ്റോപ്പ് ചെയ്ത് കെട്ടിടാം. ഓക്കെ, അതിന്റെ ബാക്ക് സൈഡും കൂടി ഒന്ന് കാണിക്കുമോ? സ്റ്റെം സ്റ്റിച്ചിന്റെ സൈഡ് കാണിക്കാം. ബാക്ക് സൈഡ് കാണിക്കുന്നതിന് പ്രശ്നമില്ല. ബാക്ക് സൈഡിൽ ഒരു വലിയൊരു കെട്ട് വന്നിരുന്നു എന്റെ ഷാളിന് കുടുങ്ങിയപ്പോ ഇവിടെ. ബാക്കിയൊക്കെ ഇതാ ഇങ്ങനെ തന്നെ ബാക്ക് സ്റ്റിച്ച് പോലെ ഉണ്ടാവുള്ളൂ, വേറെ പിരിഞ്ഞ് ഉണ്ടാവില്ല കേട്ടോ. ഇത് മാത്രമേ ഇതിന് മാറ്റുള്ളൂ.
റണ്ണിങ്, വിപ്ഡ് റണ്ണിങ്, ലേസ്ഡ് റണ്ണിങ്, സ്പ്ലിറ്റ്, ബാക്ക്, പിന്നെ സ്റ്റെം എല്ലാം ബാക്ക് സൈഡ് ഒരുപോലെ ഉണ്ടാവുക. പിന്നെ സ്പ്ലിറ്റിന് മാത്രം കുറച്ചൊരു ഡിഫറൻസ് ഉണ്ടാവും, ബാക്കിയെല്ലാം ഒരുപോലെ ഉണ്ടാവും. ഇനി ചെയ്യുന്നത്, ഇനി നമ്മള് ചെയിൻ സ്റ്റിച്ച് പഠിച്ചു. ചെയിൻ സ്റ്റിച്ചിനോട് സാമ്യമുള്ള സ്റ്റിച്ച് ഞാൻ പറഞ്ഞു തന്നിട്ടില്ല. മാജിക് ചെയിൻ ഉണ്ട് എന്ന് പറഞ്ഞു, അത് നാളെ പറഞ്ഞുതരാന്ന് പറഞ്ഞു. ബാക്കി അതിനോട് സാമ്യമുള്ള 2 സ്റ്റിച്ച് ഇപ്പൊ പറഞ്ഞുതരാം. മാജിക് ചെയിൻ നാളെ പറഞ്ഞുതരാം. നാളെ പറഞ്ഞുതരാന്ന് പറഞ്ഞതിന്റെ റീസൺ വേറെ ഒന്നുമല്ല, അത് ത്രെഡ് ഓൾറെഡി ഞാൻ കോർത്ത് വെച്ചതാണ്, നിങ്ങളെ ടൈം പോവണ്ടെന്ന് വിചാരിച്ചിട്ട്. പറ്റുവാണെങ്കിൽ ഇന്ന് തന്നെ കാണിച്ചു തരാം. ബാക്കി ചെയ്ത് കാണിക്കാം. 1 2 3 4 5 6 7. ഇനി 2 3 സ്റ്റിച്ച് പറഞ്ഞുതരാം. ഇനി ചെയ്യുന്ന സ്റ്റിച്ചിന്റെ പേര് ചെയിൻ സ്റ്റിച്ചിനോട് സാമ്യമുള്ളതാണ്. ചെയിൻ സ്റ്റിച്ചിനോട് സാമ്യമുള്ളതാണ്. സ്റ്റിച്ചിന്റെ പേര് ലേസി ഡേസി. ലേസി ഡേസി. നീഡിൽ മുകളിലേക്ക് എടുത്തു, മുകളിലേക്ക് എടുത്തിട്ട് നമ്മൾ ചെയിൻ ചെയ്യുന്ന പോലെ ഇങ്ങനത്തെ തൊട്ടടുത്ത് മുകളിലേക്കാണ് ഞാൻ ചെയ്യുന്നത്. മുകളിലേക്ക് ഇങ്ങനെ ചെയ്തു. ഇനി എന്ത് ചെയ്യണം? നീഡിലേക്ക് എന്ത് കോർത്ത് കൊടുക്കണം? ത്രെഡ് ചുറ്റി കൊടുക്കണം. നീഡിലേക്ക് ഈ എൻഡ് ഭാഗത്ത്, നീഡിലിന്റെ അടുത്തുള്ള ത്രെഡ് അല്ല, ഈ എൻഡ് ഭാഗത്ത് ത്രെഡ് ഇങ്ങനെ ചുറ്റി കൊടുക്കും. ഇവിടെ ചെയിൻ തന്നെയാ വരുന്നത്. നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷനും വേണ്ട. ഇവിടെ ചെയിൻ ആയിട്ട് തന്നെയാ വരുന്നത്. ഇവിടെ ചെയിൻ ആയിട്ട് തന്നെ വന്നു, ചെയിൻ തന്നെ വന്നു. ഓക്കെ. ഇനി ഈ ചെയിനിനെ ഞാൻ ഇവിടെ ലോക്ക് ചെയ്യാണ്. ഇവിടെ ലോക്ക് ചെയ്യാണ്. ഇവിടെ ലോക്ക് ചെയ്തു. ഇവിടെ ലോക്ക് ചെയ്തു. ലേസി ഡേസി ആണ് ചെയ്യുന്നത്. ചെയിൻ സ്റ്റിച്ചിന്റെ ഒരു കാറ്റഗറിയിൽ വരുന്നതാണ്. ഇനി ഇവിടെ ഒരു ചെയിൻ എടുത്ത് അവിടെ ലോക്ക് ചെയ്തു. പേരൊന്നും കൂടെ ഒന്ന് പറയുമോ? എന്താ ലേസി ഡേസി. ലേസി ഡേസി രണ്ടാളെ പേരാണ്. ഓക്കെ ഓക്കെ ഓക്കെ, താങ്ക് യു. പിന്നെ ഇവിടുന്ന് ഞാൻ ഇനി ആ സ്റ്റിച്ച് പൂർത്തിയായില്ലേ? സ്റ്റിച്ച് ഇനിയും സ്റ്റെപ്പ് ഉണ്ട് ചെയ്യാൻ. ഇവിടുന്ന് വീണ്ടും ഞാൻ സെന്ററിലേക്ക് തന്നെ എടുത്തു. സെന്ററിലേക്ക് എടുത്തിട്ട് നീഡിൽ മുകളിലേക്ക് എടുത്തു. നീഡിൽ മുകളിലേക്ക് എടുത്തിട്ട് ഇതേ മെത്തേഡ് ഞാൻ റൈറ്റിലേക്ക് ചെയ്തു. റൈറ്റിലേക്ക് ഒരു ചെയിൻ എടുക്കാണ്. റൈറ്റിലേക്ക് ഒരു ചെയിൻ എടുത്തു. അതിനെ ഇവിടെ ഇങ്ങനെ ടൈറ്റ് ആക്കി കൊണ്ടുവന്നു. ടൈറ്റ് ആക്കി കൊണ്ടുവന്നിട്ട് ഇവിടെ ലോക്ക് ചെയ്തു. ലേസി ഡേസി എന്നുള്ള സ്റ്റിച്ച് ആണ്. 2 ഭാഗത്തേക്ക് ചെയിൻ എടുത്തു. 2 ചെയിനിൽ ലോക്ക് ചെയ്തു. ലോക്ക് ചെയ്തു. ഇനി ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് മുകളിലേക്ക് എടുത്തു, റൈറ്റിലേക്ക് എടുത്തു, ഇനി ലെഫ്റ്റിലേക്ക്. ഹലോ ടീച്ചർ, ഒരു ഡൗട്ട്. ആ പറഞ്ഞോ. ഇത് 6 strands തന്നെയാണോ എടുക്കുന്ന നൂല്? അതെ 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 അതെ. ഓക്കെ ഓക്കെ. കെട്ടിട്ടിട്ടില്ല. അത് ഞാൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് പറഞ്ഞുതരാം. എപ്പോഴൊക്കെ ഇത് നിങ്ങൾക്ക് നോട്ട് തരുന്ന സമയത്ത് കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട് കേട്ടോ. എങ്ങനെയാ പിന്നെ നിങ്ങൾക്ക് ഇതിന്റെ നോട്ട് തരും. അപ്പൊ അതിൽ കൃത്യമായിട്ടുണ്ട് എങ്ങനെയാണ്, ഏത് സമയത്താണ് നമ്മൾ നൂല് അധികം എടുക്കുന്നത്. നൂല് അധികം എടുക്കുന്നത് എപ്പോഴാന്ന് വെച്ചാല് ബോർഡർ ഡിസൈൻ ഒക്കെ ചെയ്യൂലേ, ഇതന്നെ നമ്മൾ പിന്നെ ഈ കുർത്തിയുടെ നെക്കിനൊക്കെ ചെയ്യുന്ന സമയത്ത് കുറച്ച് തിക്കായിട്ട് ചെയ്യേണ്ടി വരും. അപ്പോഴൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ത്രെഡ് കുറച്ച് കൂടുതൽ എടുക്കണം. അല്ലാതെ ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ പോലെ അങ്ങനെ മാത്രം ചെയ്യുന്നതെങ്കിൽ ത്രെഡ് കുറവെടുത്താൽ മതി കേട്ടോ. ഓക്കെ, താങ്ക് യു. ഇത് നിങ്ങൾക്ക് അധികം നീഡിൽ ത്രെഡർ വാങ്ങിക്കാൻ കിട്ടും. എന്റെ നീഡിൽ ത്രെഡർ ഇന്ന് എന്റെ കയ്യിൽ നിന്ന് അത് പൊട്ടിപ്പോയി. അപ്പൊ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാല് കുറച്ച് ഗ്രീൻ ടാപ്പ്, ഇൻസുലേഷൻ ടാപ്പ് പോലത്തെ ഗ്രീൻ ടാപ്പ് ഇവിടെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ചുറ്റിയിട്ട് അതിന്റെ എൻഡ് ഭാഗം ഇതിലെ നീഡിലേക്ക് ഇടും. അപ്പൊ നമുക്ക് കുറച്ചുകൂടി എളുപ്പത്തില്, ഒരുപാട് ലെയർ ഒക്കെ കോർക്കണമെങ്കിൽ ഈ 7 mm ആണ് നിങ്ങളോട് നീഡിലിന്റെ അളവ് പറഞ്ഞത്. അത്യാവശ്യം വലിപ്പം, പിന്നെ ഹോൾ വലിപ്പം ഉണ്ടാവും, എന്നാലും വലുതായിട്ട് ഉണ്ടാവൂല. 21, 18, 24 ഒക്കെയാണ് വലിയ ഹോൾ ഉണ്ടാവുക.
അത് വേറെ ഓരോ സ്റ്റിച്ചസിന് ഉപയോഗിക്കുന്നതാണ്. ഇനിയിപ്പോ ഇതിവിടെ ഇങ്ങനെ നിർത്തിയിരിക്കുകയാണ്. ഞാൻ പറഞ്ഞില്ലേ, നൂല് കോർക്കാൻ നമുക്ക് നീഡിൽ ത്രെഡ് ഉണ്ടെങ്കിൽ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. ഞാൻ അതവിടെ കട്ട് ചെയ്തിട്ട് സ്റ്റോപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് ഒന്നുകൂടി അടുത്ത ഇതിൽ ഒന്നുകൂടി അതന്നെ കാണിച്ച് ഇവിടെ കാണിക്കും. സ്റ്റാർട്ട് ചെയ്തിട്ട് മുകളിലേക്ക് എടുത്തു, ഒരു ചെയിൻ സ്റ്റിച്ച് മുകളിലേക്ക് എടുത്തിട്ട് മുകളിലേക്ക് എടുത്തു, ഇവിടെ ലോക്ക് ചെയ്തു. അതുപോലെ തന്നെ റൈറ്റിലേക്ക് എടുത്തു, റൈറ്റിലേക്ക് എടുത്തിട്ട് ഇതേപോലെ തന്നെ ചെയിൻ എടുത്തു, ചെയിൻ സ്റ്റിച്ച് എടുത്തു, അവിടെ ലോക്ക് ചെയ്തു. ഒരുപാട് ടൈറ്റ് ചെയ്യരുത് കേട്ടോ. ഒരുപാട് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ ഗ്യാപ്പ് ഒന്നും കാണാതെ ഒരുപാട് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഭംഗി ഉണ്ടാവില്ല. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞാണ്, നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് ചെയ്യുന്ന ഇതിനനുസരിച്ച് നിങ്ങൾക്ക് ലെയർ അധികം എടുക്കാം. എത്ര സ്റ്റാൻഡ്സാ വേണ്ടതെന്ന് വെച്ചാൽ ഓക്കെ. കണ്ടോ, നേരത്തത് ഞാൻ നീഡിൽ പെട്ടെന്ന് ഇതായതുകൊണ്ട് ത്രെഡ് ഊരി പോകുന്നത് കൊണ്ട് അവിടെ സ്റ്റോപ്പ് ചെയ്തു. അപ്പൊ 1 2 3 4 5 6 7 8 സ്റ്റിച്ചായി. ഇനി ഒരു സ്റ്റിച്ചും കൂടി ഇതിൽ പറഞ്ഞുതരാനുണ്ട്. ആ സ്റ്റിച്ചിന്റെ പേര് ബട്ടൺ ഹോൾ സ്റ്റിച്ചാണ്. ബട്ടൺ ഹോൾ സ്റ്റിച്ച്. അപ്പം ഞാൻ മാജിക് ചെയിനിന്റെ വീഡിയോ സെൻഡ് ചെയ്ത് തരാം. ചെയിന് നിങ്ങൾക്ക് കാണിച്ചു തന്നതല്ല, അതുപോലെ തന്നെയാണ്. സമയം എടുത്തിട്ട് വീഡിയോ ഓൾറെഡി ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. മാജിക് ചെയിൻ വീഡിയോ കാണിച്ചു. നിങ്ങൾക്ക് മനസ്സിലാവാ, എന്താ പറയാ, ക്യാച്ച് ചെയ്യാൻ പറ്റാതെ ഞാൻ സ്പീഡായിട്ട് പോകുന്നൊന്നും ഇല്ലല്ലോ. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണേ. വീഡിയോ കൂടി കിട്ടിയതിന് ശേഷം പറഞ്ഞാൽ മതി. വീഡിയോ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് ഒരുവിധ കാര്യങ്ങൾ മനസ്സിലാവും. ഇനി ചെയ്യുന്ന സ്റ്റിച്ചിന്റെ പേര് ബട്ടൺ ഹോൾ സ്റ്റിച്ച്. നീഡിലെടുത്തു, ചെയിൻ സ്റ്റിച്ചിന്റെ പോലെ തന്നെയാന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ. നീഡിലെടുത്തു, ഇന്നിങ്ങനെ മുകളിലേക്ക് എടുത്തു, ഒരു ചെയിൻ സ്റ്റിച്ച് എടുത്തിട്ട് ടൈറ്റ് ചെയ്തു. ഇവിടെ ഇങ്ങനെ ചെയ്തു. ഇനി അടുത്ത് കുറച്ച് നീഡിൽ ലോക്കൊന്നും ചെയ്യുന്നില്ല, ഇവിടെ ലോക്കൊന്നും ചെയ്യുന്നില്ല. ഞാൻ താഴേക്ക് കൊണ്ടുപോവാണ്. നീഡില് താഴേക്ക് കൊണ്ടുപോയി കുറച്ച് വിട്ടിട്ട് അടുത്ത ചെയിൻ എടുത്തു, മുകളിൽ അതേ ലെവലിൽ തന്നെ. എന്നിട്ട് ഇങ്ങനെ അത് ലോക്ക് ചെയ്യുന്നില്ല, ഒരേപോലെ ചെയ്യുക. ഇങ്ങനെ ചെയ്യുന്നതിനാണ് എന്ത് പറയാ, ബട്ടൺ ഹോൾ സ്റ്റിച്ച്. ഇത് ഞാൻ ഇത്ര നേരം പറഞ്ഞത് ഔട്ട്ലൈൻ സ്റ്റിച്ച് ആണ്. ബട്ടൺ ഹോൾ സ്റ്റിച്ചിന്റെ പ്രത്യേകത ഔട്ട്ലൈൻ മാത്രമല്ല, ഔട്ട്ലൈൻ ആൻഡ് ഫില്ലിങ്ങിന് ഉപയോഗിക്കുന്ന സ്റ്റിച്ച് ആണ്. ആരെങ്കിലും എന്തെങ്കിലും ചോദിക്കുന്നുണ്ടോ? ഔട്ട്ലൈൻ ആൻഡ് ഫില്ലിങ്ങിന് ഉപയോഗിക്കുന്ന സ്റ്റിച്ച് ആണ് ബട്ടൺ ഹോൾ സ്റ്റിച്ച് കേട്ടോ. ഔട്ട്ലൈനും ഫില്ലിങ്ങും ആണ്. എങ്ങനെ ഔട്ട്ലൈൻ ആൻഡ് ഫില്ലിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഫ്ലവർ പാറ്റേൺ വരച്ചിട്ട് അതിൽ ഈ സ്റ്റിച്ച് ചെയ്യുമ്പം അതിന്റെ ഔട്ട്ലൈനും ഫില്ലിങ്ങും ആവും. അതിന്റെ ഫോട്ടോസ് ഞാൻ വിട്ടുതരാം. ഇങ്ങനെ ചെയ്യുന്നതിനാണ് ബട്ടൺ ഹോൾ സ്റ്റിച്ച് എന്ന് പറയാം. ഔട്ട്ലൈൻ ആൻഡ് ഫില്ലിങ്ങിനും യൂസ് ചെയ്യുന്ന സ്റ്റിച്ച് ആണ്. ഓക്കെ, ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം. ആയില്ലേ? ഫസ്റ്റ് സ്റ്റിച്ചിന്റെ പേര്, ഫസ്റ്റ് സ്റ്റിച്ച് ഏതായിരുന്നു നമ്മൾ പഠിച്ചത്? റണ്ണിങ് സ്റ്റിച്ച്. റണ്ണിങ്ങിനോട് സാമ്യമുള്ളത് ലേസ്ഡ്, വിപ്പ്ഡ്. വിപ്പ്ഡ് ലേസ്ഡും. പിന്നെ ബാക്ക് സ്റ്റിച്ച്, സ്റ്റെം സ്റ്റിച്ച്, സ്പ്ലിറ്റ്, ചെയിനും ചെയിനോടനുബന്ധിച്ച് ബട്ടൺ ഹോളും ലേസി ഡേസി. ഇനി അതിന്റെ കൂടെ മാജിക് ചെയിൻ ഉണ്ട്.
9 സ്റ്റിച്ചായി. മാജിക് ചെയിന്റെ വീഡിയോ കൂടി ആവുമ്പോൾ 10 സ്റ്റിച്ച് ആവും. പിന്നെ ബാക്കി 10 സ്റ്റിച്ച് നാളെ പറഞ്ഞുതരും കേട്ടോ. നിങ്ങൾ ആരെയും പരിചയപ്പെടാനൊന്നും പറ്റിയിട്ടില്ല. പിന്നെ നിങ്ങൾ ഗ്രൂപ്പിൽ ജസ്റ്റ് ഒന്ന് പേരൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഏതാണ്, ആരൊക്കെ ഏത് ഡിസൈൻ ചെയ്യുന്ന, അങ്ങനെയൊക്കെ ഫോളോ അപ്പ് തരാൻ പറ്റും. പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം. അതാ എനിക്ക് നിങ്ങളോടുള്ള ഒരു റിക്വസ്റ്റ് ഉള്ളൂ. ഇതൊരു എന്താ പറയാ, നമ്മളൊരു വെറുതെ ചെയ്യുന്ന പ്രോഗ്രാം അല്ല. നിങ്ങൾക്ക് കൃത്യമായിട്ടും ഇപ്പൊ ശ്രീജ മാഡം ഇവർക്കൊക്കെ നല്ല തിരക്കുണ്ടായിട്ട് ഇങ്ങനെയുള്ള കാര്യം കോർഡിനേറ്റ് ചെയ്യുന്നത് ഇതുകൊണ്ടുള്ള ഉപകാരം, എന്താ പറയാ, ഉപയോഗം പരമാവധി നിങ്ങളിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇങ്ങനത്തെ ഒരു ഈ കോവിഡിന്റെ പശ്ചാത്തലത്തിൽ നമ്മൾ വീട്ടിലിരിക്കുന്നവരും ജോലി ചെയ്യുന്നവരല്ല ആര് തന്നെയായാലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെതായ ഒരു മൈൻഡ് ഫ്രീ ആവുകയും ചെയ്യും. മെന്റൽ കോൺഫിഡന്റ് ഒക്കെ കൂടാനൊക്കെ നല്ലൊരു കാര്യമാണ്. ഇങ്ങനെ എന്തെങ്കിലും ഈ ക്ലാസ് എന്ന് മാത്രം ഉദ്ദേശിച്ചിട്ടല്ല, എന്തെങ്കിലും കാര്യം ചെയ്യാം. നമുക്കൊരു പോസിറ്റീവായിട്ടുള്ള ഒരു ഫീലിങ്സ് കിട്ടുന്ന എന്തൊരു കാര്യത്തിൽ ഏർപ്പെടാൻ മടിക്കാതെ ചെയ്യാം. അല്ലാതെ നമ്മൾ ഇങ്ങനെ ഈ ഒരു അവസരത്തിൽ ഇരുന്നിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായോ? ഒന്ന് പറയോ? വിജയലക്ഷ്മി, ലക്ഷ്മി മേഡം ആണോ? ആ, ഇതാരാ? മാജിദ ഷൗക്കത്ത്, ശ്രീജ. ശ്രീജ മേഡം ഒന്ന് ചോദിച്ചു നോക്ക്, എന്നാലേ ഇവര് പറയുള്ളൂ. ഹലോ. ആ, പറഞ്ഞോളൂ. ക്ലിയർ ആയിരുന്നു. കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഇനി ചെയ്ത് നോക്കിയാലേ അല്ലേ അറിയാൻ പറ്റൂ. പേടിക്കണ്ട, വീഡിയോ ഇപ്പൊ തന്നെ ഞാൻ സെൻഡ് ചെയ്യും കേട്ടോ. വീഡിയോ ഇപ്പൊ തന്നെ സെൻഡ് ചെയ്യും. ഈ ഇന്ന് പഠിപ്പിച്ച സ്റ്റിച്ചസിന്റെ എല്ലാ വീഡിയോസും ഇപ്പൊ തന്നെ സെൻഡ് ചെയ്യും. പിന്നെ അതിന്റെ മറ്റുള്ള സ്റ്റുഡൻസ് ചെയ്ത മോഡൽസ് നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരും കേട്ടോ. ഓക്കെ. അപ്പോ പിന്നെ നമുക്ക് നാളെയും ഇതുപോലെ തന്നെ 10 സ്റ്റിച്ച് പഠിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റന്നാളെ ഫ്ലവർ മേക്കിംഗ് പഠിക്കാം. ടീച്ചറിന്റെ സ്റ്റുഡൻസ് ഉണ്ടെന്ന് തോന്നുന്നില്ലേ ഗ്രൂപ്പില്? ആ, ഗ്രൂപ്പിലുണ്ട്. റസീല അവർക്കൊക്കെ അറിയാം. അവരൊക്കെ ക്ലാസ് അറ്റൻഡ് ചെയ്തവരാണ്. പിന്നെ നല്ല ആക്റ്റീവായിട്ടുള്ള എന്ന് പറഞ്ഞാൽ ബഹ്റൈനിലും അബുദാബിയിലൊക്കെ ഉള്ള സെറ ക്രിയേഷൻസിന്റെ എല്ലാ മെമ്പേഴ്സും, സെറ സ്റ്റാർസിന്റെയും മുന്നേ ഉള്ള സെറ ക്രിയേഷൻസിന്റെ എല്ലാ മെമ്പേഴ്സും നല്ല കഴിവുള്ള ആൾക്കാരാണ്. ഒരു ടീച്ചർ എന്നുള്ള രീതിയിൽ എനിക്ക് എന്താ പറയാ, അഭിമാനത്തോടെ പറയാം, ഞാൻ പരിചയപ്പെട്ട എല്ലാവരും കഴിവുള്ളവരാണ്. അതുപോലെ കൊല്ലം പ്രവാസി അസോസിയേഷനിലെ എല്ലാ മെമ്പേഴ്സും അതുപോലെ തന്നെ ആയിരിക്കും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. പിന്നെ എന്താ പറയാ, പ്രതികൂലമായിട്ടുള്ള ചില സാഹചര്യങ്ങൾ ഉണ്ടാവും, എന്നാലും നിങ്ങൾ പരമാവധി ചെയ്യുക, അത്രേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അല്ല, നല്ലൊരു കാര്യമാണ് ചെയ്യുന്നത്, എല്ലാവർക്കും പ്രയോജനമുള്ളതാണ്. നാട്ടിൽ നിന്നും കുട്ടികൾ ചേർന്നിട്ടുണ്ട് കേട്ടോ. നാട്ടിലെ കൊല്ലത്തുള്ളവർ ചേർന്നിട്ടുണ്ട്. ഓക്കെ. കാരണം എന്താന്നോ, എനിക്ക് ഷീജക്കൊക്കെ അറിയാം, എല്ലാവർക്കും എന്റെ ക്ലാസ്സിലുള്ള റസീല, ഷീജ, അവർക്ക് എല്ലാവർക്കും അറിയാം. പലരും പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഞങ്ങള് സെറ സ്റ്റാർസിന്റെ ഒരു ബാച്ച് കംപ്ലീറ്റ് ആവുകയാണ്. അപ്പൊ അവര് കംപ്ലീറ്റ് ചെയ്യണ്ട, ഞങ്ങൾക്ക് വേറെ എന്തെങ്കിലും പഠിപ്പിച്ചു തരണോ എന്ന് പറഞ്ഞിട്ട് നിൽക്കുകയാണ്. റസീല മുഹമ്മദ് ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ എല്ലാരെയും നമുക്ക് പരിചയപ്പെടാം കേട്ടോ. അതെ, പറയട്ടെ. ഓക്കെ ടീച്ചർ. എന്താണ് എന്താ പറഞ്ഞോളൂ. ഞാൻ പിന്നെ നാളത്തെ ക്ലാസ്സിൽ ഈ സ്റ്റിച്ചസ് എല്ലാം ചെയ്ത് കാണിക്കണോ നമ്മള്? വേണ്ട, നാളത്തേക്ക് നിങ്ങളോട് ഈ സ്റ്റിച്ചസ് ചെയ്തത് കാണിക്കണോന്ന് പറഞ്ഞാൽ ഞാൻ അതിലും വലിയ ക്രൂരത എന്താണ് നിങ്ങളോട് ചെയ്യേണ്ടത്? നാളത്തേക്ക് ചെയ്യണ്ട, നമുക്ക് പറ്റുന്നത് ചെയ്താൽ മതി. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും സ്റ്റിച്ച് നിങ്ങൾ അത് ചെയ്യാനുള്ള മനസ്സ് കാണിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. കുട്ടികൾക്കുള്ള ഹോംവർക്ക് അല്ല, നിങ്ങൾക്ക് വേണ്ടിയിട്ട് തന്നെ എന്തെങ്കിലും ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടോ എന്ന് മാത്രം എനിക്ക് അറിഞ്ഞാൽ മതി. അല്ലാതെ ഈ 10 സ്റ്റിച്ച് നാളത്തേക്ക് ചെയ്യണോന്ന് പറഞ്ഞാല് എന്തായാലും ശരിയാവില്ല. ചെയ്യുന്നവരും ഉണ്ടാവും. പക്ഷെ എന്തായാലും പല സാഹചര്യങ്ങളും ഇല്ല, കുട്ടികളെ ഓൺലൈൻ ക്ലാസ്സോ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ അതിനിടയിൽ പറ്റിയില്ല എന്ന് വരും. അതുകൊണ്ട് അതൊന്നും സാരമില്ല, നിങ്ങൾക്ക് പറ്റുന്ന കാര്യങ്ങൾ ചെയ്താൽ മതി. നിങ്ങളെ കഴിവ് മുന്നിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ശ്രീജ മേഡം ഒക്കെ എന്താ ഓഫീസിലെ തിരക്കിനിടയിലൊക്കെ എന്നെ വിളിച്ചിട്ട് ഓരോ കാര്യങ്ങൾ ചോദിച്ചിരുന്നു. എന്താ റഷീദ ഇങ്ങനെയാണ് അങ്ങനെയാന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ ഇങ്ങനെ എന്താ, ഞാൻ ഇപ്പൊ എല്ലാരും ആലോചിക്കുന്നുണ്ടാവും ഈ സെറ ക്രിയേഷൻസ് എന്ന് പറഞ്ഞ സംഭവം
എന്താണ് ഇങ്ങനെ ഒരു ട്രെയിനിങ് കൊടുക്കുന്നത് എന്നൊക്കെ. ഞാൻ ബഹ്റൈനിൽ ഡിസംബർ മുതൽ ജൂൺ വരെ അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ അവിടെയുള്ള ഓരോ മെമ്പേഴ്സിനെയും ആ ഒരു കോവിഡ് പശ്ചാത്തലത്തിൽ അവരൊരു മെന്റലി ആ ഒരു ഭയങ്കര ഡിപ്രഷനുള്ള രീതിയിൽ കണ്ടപ്പോ ജസ്റ്റ് ഒരു സെറാ ക്രിയേഷൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു കൂട്ടായ്മ തുടങ്ങിയതാണ്, ഒരു വാട്സപ്പ് ഗ്രൂപ്പ്. അതിന് കാരണക്കാര് അവിടെ ബഹ്റൈനിലുള്ള ഇതുപോലുള്ള പല അസോസിയേഷനാണ്. അവര് ചെയ്യാവുന്ന ഓരോ കാര്യങ്ങൾ കണ്ടിട്ടാണ് അങ്ങനെ ചെയ്യണമെന്നുള്ള ആഗ്രഹം കൊണ്ട് തുടങ്ങിയത്. അപ്പോ എന്താ പറയാ, ഇവരെ ഇങ്ങനെ കൊല്ലം പ്രവാസി അസോസിയേഷൻ ആയാലും പിന്നെ മിഡിൽ ഈസ്റ്റ് മോംസിന്റെ ഇതായാലും ഒരുപാട് അസോസിയേഷൻ ഉണ്ട് ബഹ്റൈനിൽ. ഞാൻ അബുദാബിയിൽ പോയ ആളാണ്, പക്ഷെ അബുദാബിയിലൊന്നും ഞാൻ ഇത്രയും ക്ലാസ് കോർഡിനേറ്റ് ചെയ്യാൻ എനിക്ക് പറ്റിയിട്ടുണ്ടായില്ല. പക്ഷെ ബഹ്റൈനിൽ ഒരുപാട് അസോസിയേഷൻ ജസ്റ്റ് പേരിന് മാത്രമല്ല, നന്നായിട്ട് പ്രവർത്തിക്കുന്ന അസോസിയേഷൻ ആണ്. ഞാൻ അവിടുന്ന് ഒരു ദിവസം പോലും ഒരു പ്രോഗ്രാമിന് പോവാത്ത ദിവസങ്ങളില്ല. സമാജത്തിലായാലും പലതും. അപ്പൊ അവിടെയുള്ള ഓരോ മെമ്പേഴ്സും മറ്റുള്ളവർക്ക് വേണ്ടി പ്രയത്നിക്കുന്ന കണ്ടിട്ടാണ് ഇങ്ങനെ ഒരു കൂട്ടായ്മക്ക് തയ്യാറെടുത്തത് ഞാൻ. അപ്പൊ അതിലിങ്ങനെ നിങ്ങൾക്ക് ഒരു ക്ലാസ് തരാൻ പറ്റിയിട്ട് ഭയങ്കര സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. അപ്പൊ ശ്രീജ മാഡം, നമുക്ക് നാളെ ക്ലാസ് കണ്ടിന്യൂ ചെയ്യാം അല്ലേ? ഇന്നത്തെ ക്ലാസ് ഇവിടെ കഴിഞ്ഞല്ലോ അല്ലേ ടീച്ചർ? ഇനി നാളെയല്ലേ ഉള്ളൂ 7 മണിക്ക്? നാളെ ഈ സമയം തന്നെയല്ലോ? ഈ സമയം തന്നെ. ഓക്കെ താങ്ക് യു. എല്ലാവർക്കും ഗുഡ് നൈറ്റ്. അപ്പൊ നാളെ 7 മണിക്ക് നമുക്ക് എല്ലാവർക്കും കാണാം. ഓക്കെ, താങ്ക് യു. ഓക്കെ, ബൈ ബൈ. താങ്ക് യു. Thank you. ഹലോ 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 ശ്രീ ചേച്ചി, കഴിഞ്ഞു. എവിടെയായിരുന്നു? ഇടയ്ക്ക് കട്ടായി പോയി ഏട്ടാ. ആണോ? അത് ശരി, ഇപ്പൊ തീർന്നു. അല്ല, നിർത്തിയതേ ഉള്ളൂ. കട്ടായി പോയിട്ട് പിന്നെ കിട്ടുന്നില്ലായിരുന്നു. പിന്നെ ഇപ്പോഴും റെഡിയായി വന്ന. അപ്പം നോക്കിയപ്പോ ആരെയും കാണുന്നില്ല, ചേച്ചി മാത്രമേ ഉള്ളൂ നോക്കിയിട്ട്. ഞാനിപ്പോ ക്ലോസ് ചെയ്യാണ്. ആണോ? എങ്കിൽ ഓക്കെ, നാളെ കാണാം. നാളെ